എല്ലാവർക്കും മല്ലു ബിഗ് ബോസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സീസൺ 7ന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് കടക്കുമ്പോൾ രേണുസുധിയെക്കുറിച്ച് അപ്പാനി ശരത് കുറച്ച് പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. ആര്യനും ശരത്തും സോഫയിലിരുന്നു സംസാരിക്കുന്നത് കാണാം. രേണുസുധി വെറും വേസ്റ്റ് എന്നാണ് അപ്പാനി ശരത് പറയുന്നത്. കാരണം പ്രഡിക്ഷൻ ലിസ്റ്റ് ഇറങ്ങിയത് മുതൽ രേണുസുധി വരുന്നു, അവർ അങ്ങനെ ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം ആയിരുന്നല്ലോ. എന്നിട്ട് എന്തുണ്ടായി? വല്ലതും സംഭവിച്ചോ? ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് ഒരു കോപ്പും ഇതുവരെയും അവർ കാണിച്ചിട്ടില്ല. ഒട്ടും ആക്റ്റീവും അല്ല. എല്ലാവരും വളരെ കൊട്ടി ആഘോഷിച്ചിരുന്നല്ലോ പുറത്ത് രേണുസുധി ബിഗ് ബോസിൽ വരുന്നതിനെക്കുറിച്ച്. അപ്പോൾ ഞാനും കുറച്ച് അധികം പ്രതീക്ഷിച്ചിരുന്നു, ഭയങ്കര പ്ലെയർ ഒക്കെ ആകും വന്നിട്ടെന്ന്. എന്നിട്ട് എന്തുണ്ടായി? ഒരു കൊണവുമില്ല, വെറും പാഴ്. അവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ചു ഒന്നുമില്ല. എന്തിനാണ് അവരെ ഇവിടെ കൊണ്ടുവന്നത് എന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഞാനും സുധിയും തമ്മിൽ നല്ല പരിചയം ആണ്, ഒന്നിച്ചു അഭിനയിച്ചിട്ടൊക്കെയുണ്ട്. അപ്പോൾ സുധിയുടെ വൈഫ് എന്ന് പറയുമ്പോൾ റെസ്പെക്ട് ഒക്കെയുണ്ട്, അതാണ് ഞാനായിട്ട് ചൊറിയാൻ പോകാത്തത്. പക്ഷേ അവർ പുറത്ത് കാണിച്ചു കൂട്ടിയ കാര്യത്തിനൊക്കെ കട്ടക്കലിപ്പുണ്ട് അവരുടെ അടുത്ത്. പിന്നെ അവരൊരു സ്ത്രീ അല്ലേ എന്ന പരിഗണന വെച്ച് ഞാൻ ഒന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ അവർ വെറും വേസ്റ്റ് ആണ് എന്നാണ് അപ്പാനി രേണുസുധിയെക്കുറിച്ച് ആര്യനോട് പറയുന്നത്. സത്യത്തിൽ അപ്പാനി പറഞ്ഞത് ഏറെക്കുറെ ശരിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം രേണു ഇതുവരെ ഒന്ന് ആക്റ്റീവ് ആയി കണ്ടിട്ടില്ല. പ്രത്യേകിച്ചു കോണ്ടന്റ് ഉണ്ടാക്കുന്നതും എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടുന്നതോ ഒന്നും തന്നെ ഇല്ല. ചിലപ്പോൾ എന്തു ചെയ്യണം എന്ന് അറിയാത്തതിന്റെ പ്രശ്നമാകാം. എന്നാലും ഒന്ന് ആക്റ്റീവ് ആയി കോണ്ടന്റ് ഒക്കെ ഉണ്ടാക്കിയാലോ ബിഗ് ബോസിൽ പിടിച്ച് നിൽക്കാൻ പറ്റുകയുള്ളൂ. അതിനി എത്ര ഫാൻ ബേസ് ഉണ്ട് എന്ന് പറഞ്ഞാലും ബിഗ് ബോസിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ കളിക്കണം, നല്ല കോണ്ടന്റ് കൊടുക്കണം, ഇല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. എന്തൊക്കെയായാലും അപ്പാനി ഇവിടെ പറഞ്ഞു വാരുന്നതു രേണുസുധി വെറും വേസ്റ്റ് ആണ് എന്ന കാര്യമാണ്. പക്ഷേ ഒരു സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ രേണുസുധി കയറി വരാനും സാധ്യതയുണ്ട്. അവരുടെ വേ ഓഫ് ടോക്കിംഗ് എല്ലാം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തോന്നുന്നതിൽ തെറ്റില്ല. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.